ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്വിസിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ വീഡിയോയാണ്. നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത്? അശോക സ്തംഭം. ദേശീയ മുദ്രകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഐക്കണോളജി. ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെ? ആന, സിംഹം, കാള, കുതിര. ദേശീയഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതാര്? രാംസിംഗ് ടാഗൂർ. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപത്തിന് എത്ര സമയം വേണം? 20 സെക്കൻഡ്. ജനഗണമന ആദ്യം അച്ചടിച്ചത് ഏത് പത്രികയിൽ? തത്വബോധിനി പത്രികയിൽ 1912. ജനഗണമന ആദ്യമായി ആലപിച്ചതാര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ജനഗണമന ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്തതാര്? ആബിദ് അലി. ദേശീയഗാനത്തിലെ ജയ എന്ന വാക്ക് എത്ര തവണ വരുന്നുണ്ട്? 10 തവണ. ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും കൂടെ ഉണ്ടായിരുന്ന സഹായി ആര്? മാർഗരറ്റ് കസിൻസ്. നവജവാൻ ഭാരത സഭ എന്ന സംഘടന രൂപീകരിച്ചതാര്? ഭഗത് സിംഗ്. ഇൻകുലാബ് സിന്ദാബ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? ഭഗത് സിംഗ്. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയ രാഗം ഏത്? ശങ്കരാഭരണം. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാര്? അയ്യങ്കാളി. പുലയ രാജ എന്നറിയപ്പെടുന്നതാര്? അയ്യങ്കാളി. ഗാന്ധിജി അറസ്റ്റ് ചെയ്തതിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? അബ്ബാസ് ദയ്യാബ്ജി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, ഇതാരുടെ വരികളാണ്? കുമാരൻ ആശാൻ. നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സത്യാഗ്രഹം ഏത്? ഉപ്പു സത്യാഗ്രഹം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാര്? BR അംബേദ്കർ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നതാര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാര്? സുബ്ബറാവു. ഏത് ഭാഷയിലാണ് പ്രതിജ്ഞ എഴുതിയത്? തെലുങ്ക്. ഇന്ത്യൻ ദേശീയ പതാകക്ക് സമാന പതാകയുള്ള മറ്റൊരു രാജ്യം ഏത്? നൈജർ. പതാകയെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? വെക്സിലോളജി. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയതാര്? നെഹ്റു. ഏത് ജയിൽവാസത്തിനിടയിലാണ് കസ്തൂർബ ഗാന്ധി മരിച്ചത്? 1944 ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ. അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാര്? ലാലാ ലജ്പത് റായ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരെ പറ്റിയാണ് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. പ്രിയ കൂട്ടുകാരെ, ഫസ്റ്റ് ടേം എക്സാമിന് ശേഷം LSS USS പഠന ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. Thanks for watching. Please like and subscribe.